ഞാനാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ കോടീശ്വരി ചെയ്ത്. ഞാൻ അറിഞ്ഞു വന്നത് നമ്മുടെ വീട്ടിലേക്ക് സഹായം ചോദിച്ചിട്ട് ഇപ്പൊ പലരും വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ കേട്ടാ. പിന്നെതാ പപ്പായ എന്നും ഉണ്ടാവും പപ്പായ പൊട്ടിക്കാൻ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നടക്കും, സ്നേഹിച്ച് കൊല്ലുമ്പോൾ തന്നെ കേട്ടാ. അങ്ങനെയുണ്ട്, ഭയങ്കര പ്രത്യേകതയാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം, വായോട്ടാ. നമ്മളെ അവിടുത്തെ പറമ്പിലേക്ക് പോവാ. അപ്പോൾ ഒരു വട്ടം പോവാൻ നിന്നപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അങ്ങനെ നിന്നു. പക്ഷെ ഷായിട്ട് ആ പറമ്പിൽ ആ സമയത്ത് മഴയത്ത് പെട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് അവിടെ പന്തലിടണം. അപ്പോൾ ഇതാ മുള ഇറക്കിയിട്ടുണ്ട്, കണ്ടോ. ഇന്നലെ ഇറക്കിയതാണ് ഈ മുള. അപ്പോൾ നാല് മുള വേണം. 2 മുള ഷായിട്ടും കൊണ്ടുപോയിട്ട് 2 മുള എന്നോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ 2 മുളയും കൊണ്ട് പോകണം. പിന്നെ കൊട എടുത്തിരിക്കുക, ഇനി മഴ പെയ്യാണെങ്കിൽ അതാട്ട സഞ്ചിയില്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. പേളിക്കുട്ടി നോക്കിയേ, എൻ്റെക്കാൾ മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഷായിട്ട് അവിടെ പറമ്പിലുണ്ടെങ്കിൽ അവളെ ഇടയ്ക്ക് ഓടിപ്പോവും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഓടിപ്പോവും, ഇങ്ങോട്ട് വരും. അങ്ങനെ കേട്ടാ. ഞാനും കൂടി വന്ന ആൾക്ക് ഹാപ്പിയായി. നമ്മുടെ ഈ നടന്ന് വരുന്ന ഈ വഴിയിൽ കുറച്ച് മണ്ണടിക്കണം. അവിടെയാണ് ഇത്തിരി താഴ്ച പോലെ നിൽക്കണേ. മഴ പെയ്പ്പിക്കാൻ ചെളിയാവണതേ. അപ്പം ഞാൻ വരുമ്പോഴേക്കും നോക്കിയേ, ഷായേട്ടന് ഇവിടെ നോക്കി കൊള്ളിക്കൊക്കെ മണ്ണിട്ടു വിട്ടാ. ഒപ്പം ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഷായേട്ടൻ്റെ ഒപ്പം. അപ്പം ഇതാ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മുള ഷായിട്ട് ഇതാ അവിടെ കുത്തിച്ചേരി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്നെ കൊണ്ടാക്കിയിട്ട് ഒരു മുള കുഴിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട് ഷായിട്ട്. ഒരു മുള ഇരിക്കണല്ലോ. ഷായിട്ട് ഒരു മുള കുഴിച്ചിടാൻ പറ്റിയില്ലേ? ഒരെണ്ണം. അപ്പൊ കണ്ടോ, കൊള്ളിക്ക് കണ്ട നമ്മൾ മണ്ണിട്ട് കൊടുത്തു ഷായിട്ട്. പിന്നെ പയറ് ഷായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മഴയത്തൊക്കെ ഒന്ന് വാടി നിന്നുണ്ടായിരുന്നു കേട്ടാ. വാടി നിന്നവരുണ്ട് കേട്ടാ. നമ്മുടെ ഇതേ പീച്ചിങ്ങൊക്കെ ഇത്തിരി വെയിൽ കിട്ടിയപ്പോൾ ഒന്നും ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഇനിയും 2 ദിവസം നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ പീച്ചിങ് ചിലപ്പോൾ ഒന്നും കൂടി ഉഷാറായി കിട്ടും. പക്ഷെ ഈ ഒരു പപ്പി ഇതേ ഭയങ്കര അത്ഭുത പപ്പിയായിട്ടാ. കാരണം കണ്ടോ, കാട്ടൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അയ്യോ നമ്മളിങ്ങനെ ചൈനക്കാരെ കയ്യിലേക്ക് ഇങ്ങനത്തെ പപ്പകൾ കണ്ടോക്കണം കൂടുതൽ അടിയിൽ തന്നെ. അപ്പം അതേപോലത്തെ ഒരു പപ്പ നമുക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലിരിക്കുകയായിരുന്നു ഈ പപ്പി. അതേപോലെ തന്നെ ഈ പപ്പി. പക്ഷേ കണ്ടോ, 2 പപ്പിയും പോയി. അത് മഞ്ഞപ്പപ്പിയല്ലേ, അപ്പോൾ നല്ല രസമായി തന്നെ. അത് 2 പോകുന്ന ഉറപ്പായി. മറ്റേത് ഇതും കിട്ടും. പിന്നെ ഇതാ നമ്മുടെ അവിടുത്തെ പപ്പ നോക്കിയേ, കിളികൾ വന്ന് തിന്നിട്ട് അയ്യോ അവർ തിന്നോട്ടെ. ഒന്നുമില്ല ഇപ്പം കിളികൾക്ക് തിന്നിട്ട് ഒറ്റ സാധനം. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അവരിത് തിന്നണേ. അപ്പം അതങ്ങനെ. പിന്നെ ഷായിൻ്റെ അടുത്തേക്ക് പോവാം. പേളിക്കുട്ടി ഇറങ്ങി നോക്കോ. അമ്പ്രു ഇറങ്ങി നോക്കോട്ടാ. കുറച്ച് സമയം പിടിക്കൂട്ടെ അമ്പ്രു. ഇവിടെ കിടന്നോ, അല്ലെങ്കിൽ വീട്ടിൽ പോക്കോ. മഴ വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര ചിറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അപ്പം മഴ വന്നിട്ടേ. പിന്നെ ഷായേട്ടനെ പിന്നെ സമ്മതിക്കണം. ഷായേട്ടൻ ആ 2 പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞാൽ ഞാൻ വിചാരിക്കട്ടെ, ഷായേട്ടനോട് ആ കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഷായേട്ടൻ ഒരു സെക്കൻഡ്. ഇപ്പം ഞാനാണെങ്കിൽ ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഇന്ന് വെയ്യ, മഴ സുഖമില്ലാന്ന്. പക്ഷെ ഷായേട്ടൻ അങ്ങനെയില്ല. ഷായേട്ടൻ എന്തായാലും മഴ പെയ്താലും മഴ നിൽക്കണ ആ ഒരു സമയം നോക്കിയിട്ട് അപ്പം പറമ്പിലേക്ക് ഇറങ്ങും. അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങും ഓരോന്ന്. പുല്ല് ചെത്തി വൃത്തിയാക്കണമായിരുന്നു. എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന പണി എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ലുകൾ മുളയ്ക്കണമെങ്കിൽ കൈ കൊണ്ട് വലിക്കാവുന്ന പണികൾ. ബാക്കി ചെത്താൻ പറ്റുന്നതും മണ്ണുള്ളതും ഒക്കെ ഷായിട്ടിനെ ചെയ്യാം. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് നിൽക്കണ പറമ്പ് നോക്കിയത് അവിടുത്തെ നമുക്ക് പേടിയാവും. അതേപോലെയാണ് കാട് പിടിച്ചിട്ട് കിടക്കണേ. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലേ ഒരു എന്താ പറയുക, ഒരു അന്തല്ലാന്ന് പറയില്ലേ, അതേപോലെയാണ്. ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാവാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെനൊക്കെ ഇല്ലാണ്ട് വെറുതെ കിടക്കുന്ന പറമ്പാണ് ഇങ്ങനെ.
ഒരാൾ പോലും വരാറില്ലേ പറമ്പിലേക്ക്, ഇങ്ങനെ കാട് പിടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറമ്പ് നമ്മൾ അത്രയും വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഇങ്ങനെ കൊണ്ടു നടക്കണതിൻ്റെ മെയിൻ കാരണം അത് വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കണത്. അതിൽ ഷായേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഷായേട്ടനെ കാണുന്ന കാലം തൊട്ട് ഷായേട്ടൻ കൈക്കോട്ടില്ല അതൊരു ദിവസമില്ല. അതുപോലെ പണ്ടൊക്കെ ഷായേട്ടനെ കടയിൽ പോകണ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും കടയിൽ പോകണം. ഞായറാഴ്ച ദിവസം ഒരു ദിവസം വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അപ്പം കൈക്കോട്ടെടുത്ത് ഇറങ്ങും. അപ്പം ഞാൻ ആ സമയത്ത് ആ ദിവസം ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് പറമ്പിലിങ്ങനെ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ ചെത്തി വൃത്തിയാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ ഷായിട്ട് വീട്ടിലുള്ള കാരണം എല്ലാതും പുല്ല് ചെത്തി വൃത്തിയാക്കാന്നുള്ള കാര്യം ഫുള്ള് ഷായേട്ടനാണ് എല്ലാം ചെയ്തു തരാം കേട്ടോ. എന്നിട്ട് ഷായിട്ട് ഓരോ ഭാഗത്ത് ചെത്തിയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും അവിടുത്തെ പറമ്പ് കൂടി ചെത്തണല്ലോ, അപ്പളിക്ക് വരും പുല്ലേ. അതിന് പറമ്പിലേക്കാണെങ്കിൽ നമുക്കാണെങ്കിലോ പറമ്പിലേക്ക് ഒരു അണ്ണനെ നിർത്താൻ തീരെ ഇഷ്ടമല്ല. അങ്ങനെ നിർത്താണെങ്കിൽ തന്നെ നമ്മൾ ആ കഴിഞ്ഞ വട്ടം കാട്ടിയില്ലേ ആ മതിലിൻ്റെ അപ്പുറം ഈ കാട് ഭാഗം നമ്മുടെ മതിലിലേക്ക് ഇങ്ങനെ ചാഞ്ഞു തുടങ്ങുമ്പോൾ അവിടേക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും നിർത്തി ചെയ്യിക്കും. അല്ലാതെ നമ്മുടെ കൃഷി നമ്മുടെ ഇതിലേക്ക് ഞാൻ ഷായേട്ടൻ തന്നെ. അപ്പോൾ ഇന്നൊരു ഇത് കുഴിച്ചിടണം നമുക്ക് പന്തൽ. ഇനി അത് ചെയ്യാൻ പോവാം. എനിക്ക് പന്തൽ കുഴിച്ചിടണേക്കാളും മുന്നേ ഷായേട്ടൻ പറഞ്ഞു, ഷായേട്ടനാണെങ്കിൽ അവിടെ പയറിനെ ഒരു തടമൊക്കെ എടുക്കുന്നുണ്ട് പയർ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പന്തൽ കണ്ട, ഈ പന്തൽ നമുക്ക് അപ്പുറത്ത് നമ്മുടെ ചതുരപ്പയർ പടർന്ന് വരുന്നുണ്ട്. ഇതും ചതുരപ്പയർ തന്നെയായിരുന്നു, പക്ഷെ ഇത് തന്നെ മുളച്ച് വന്ന ഒരു ചതുരപ്പയറിൻ്റെ തയ്യ. അപ്പോൾ എന്താണെങ്കിലേ നല്ല എന്താ പറയുക നല്ല വിത്താവിലായിരിക്കും, തന്നെ മുളച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കായ ഉണ്ടാവില്ല കുറയുന്നു, വെറുതെ പടരണല്ലോ. അപ്പം നല്ലൊരു വിത്ത് നോക്കിയിട്ട് നമ്മൾ അവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പന്തലിലേക്ക് ആവാറായുണ്ട്. അപ്പോൾ ഈ പന്തൽ ഞങ്ങൾ 2 ദിവസം മുന്നേ കട അങ്ങനെ മുറിച്ചിട്ടു കണ്ട, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നീക്കോളാം പറഞ്ഞു, വേഗം അവർക്ക് അത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പണി കഴിക്കട്ടെ ആദ്യം. പിന്നെ അത് മാത്രമല്ല ഈ പന്തൽ നീക്കിയാലാണ് ഷായേട്ടന് ഈ ഭാഗത്തൊന്ന് ചെത്തി വൃത്തിയാക്കാനും പറ്റുള്ളൂ. ഇതിൻ്റെ അടിയിൽ കണ്ട പുല്ല് ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഷായേട്ടൻ, എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ കാണാം നമുക്ക് കട്ട കുത്തിയുള്ള പുല്ലെല്ലാം അടിയിലേക്ക് നോക്കുമ്പോൾ മണ്ണൊക്കെ കാണാം. പിന്നെ നോക്കിയത് നമ്മുടെ പേളിക്കുട്ടിയും അമ്പ്രസൂട്ടനൊക്കെ ഇല്ലേ എൻ്റെ കൂടെ. പേടിയില്ല അത് കാരണം. നമ്മുടെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മരത്തുമ്മ കയറിപ്പോയത്. അതങ്ങനെയോ കയറിപ്പോയി, താഴേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ പാമ്പുകൾ അങ്ങനെ മരത്തുമ്മ ഇരിക്കില്ല, ഇറങ്ങി പോയിട്ടുണ്ടാവുമെന്ന്. ആ ഒരു വിശ്വാസത്തിലായിട്ട് ഇപ്പം നമ്മൾ ആ പറമ്പിൻ്റെ അടികൂടെയൊക്കെ നടക്കണതില്ലേ. പിന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്, അതായത് നമ്മുടെ തോട് പോകണല്ലേ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ, അവരവിടെ മാവുണ്ട്. ആ മാവുമ്മ മൂക്കനാണ് ഇങ്ങനെ ചിറ്റിയിട്ട് പത്തിയിട്ട് ഇടത്തിയിട്ടാണ് കയറിയിരിക്കണേ കണ്ടേന്ന്. ഞാൻ കണ്ടില്ല, ചേച്ചി പറയാം അവിടെ വരെ ഇരിക്കണുണ്ട് മോളേന്ന്. അപ്പോൾ ഇവരെല്ലായിടത്തേയും കയറി കൂടിയുണ്ട് കേട്ടാ. അമ്പ്രു നീക്ക് പൊന്നോ, അമ്പ്രൂസുട്ടെ നീക്ക്. ഓ എന്തൊരു വേഗം നോക്കി, കാട് ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇത് വേപ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ. നമ്മൾ ഈ പറമ്പിൽ വന്ന് ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ, ഇത് ഇവിടെ ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോഴേ ഇവിടെ ഓരോന്ന് തിന്നാൻ കിട്ടി തുടങ്ങി കിളികൾക്ക്. അപ്പോൾ പിന്നെ അവരിവിടെ ഇതിൻ്റെ മാവിൻ്റെ മുളക് കൂടായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേപ്പിൻ്റെ ഇതൊക്കെ തിന്നിട്ട് കുരുകൾ വീണ്ടാണ് നിറച്ച് വേപ്പായി ഇപ്പോൾ അവിടെ മുളയ്ക്കുന്നത്. അപ്പോൾ പന്തൽ പണി ഞാൻ ഏതാണ്ട് ഇതാ ഷായിട്ടെ ഒരുവിധം ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി കൊണ്ടുവച്ചൂടെ? അതെ വരാം.
ഇനിയിപ്പോൾ ഇതൊക്കെ ഷായിട്ട് വേഗം ചെത്തിക്കൂട്ടി വൃത്തിയാക്കിയോളൂ. അപ്പം നമ്മുടെ ഈ പന്തലിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. നീങ്ങ എടുത്തു ഞാൻ നോക്കി നീങ്ങടാ പ്രൂസേ നോക്ക് അവൻ നിക്കണേ അവന്നെ. അമ്പ്രു പേളിക്കുട്ടി നീങ്ങ്. ഇവരുടെ ഒരു കാര്യം മേല് കൊള്ളല്ലോ ഭഗവാനെ. ഇങ്ങനെ ഇരിക്കണേ. മതിയല്ലേ? നടക്കള വഴി ഇതിലൊരു വളവുണ്ടല്ലോ ഷൈറ്റാ. അവിടെ താത്തി പിന്നെ ഇവിടെ താത്തുമ്പളേ അത് വിടാവോ? ഇങ്ങനത്തെ പന്തൽ ഒരു കണക്കിന് നല്ലതാട്ടാ. നമുക്ക് എന്താ പറയാ കാല് കുഴിച്ചിടാനോ അങ്ങനെയുള്ള സമയമൊന്നും വേണ്ട. പക്ഷെ മുളപ്പന്തലും നമ്മൾ ഇടുന്നുണ്ട്. കാരണം നമുക്ക് ഓരോ സ്ഥലത്ത് ചിലപ്പോൾ നല്ല നീളത്തിലൊക്കെ ഇടേണ്ടി വരുമ്പോഴേ കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു കയറ് കെട്ടിട്ടാലോ? അല്ലേ? പതുക്കെ കെട്ടിയാൽ മതി. ഒരു വാഴവള്ളി എടുത്ത് കട്ടേ കയറില്ലേ? വാഴവള്ളിയുണ്ട്, ഇഷ്ടംപോലെ കയറുകളുണ്ട് ഇവിടെ. മറ്റേ കയറില്ലേ? അപ്പൊ അത് മുറിച്ചു വളർന്നിട്ടേ 2-3 കെട്ടിയാൽ മതി. അപ്പൊ ശരിക്കും പിടിച്ചോളൂ. കണ്ടോ എത്ര ഇറക്കത്തിലിടാട്ടാ. അപ്പൊ നമ്മളേ ഇതുമ്മക്ക് പതുക്കെ ഇത് കയറ്റി ചുറ്റി വെച്ചാൽ മതി. പിന്നെ അങ്ങോട്ട് കയറി പിടിച്ചോളൂ. അപ്പൊ ഒരു 3 എണ്ണം ഇങ്ങനത്തെ ചെയ്ത് തീർത്തേട്ടാ. നമുക്ക് ഈ കയറിനെ ഇതിന്മേൽ കെട്ടി കൊടുക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ വല്ല കാറ്റൂതാണെങ്കിലേ കയറ് അങ്ങോട്ട് നീങ്ങണേൻ്റെ ഒപ്പം ഇതും ഒടിഞ്ഞു പോവും. അപ്പോൾ കയറ് നമ്മൾ ആ വടിയുമ്പോൾ കെട്ടിയിട്ട് അതിന് ശേഷമാണ് കയറുമ്പിക്ക് നമ്മുടെ ഈ വള്ളികൾ ചുറ്റി കൊടുക്കണേ കേട്ടാ. പെട്ടെന്ന് കയറിയോളൂ. കണ്ടോ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനെന്തിട്ട് ചെയ്യാൻ ബ്രൂസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോണേ? ഓ നമ്മുടെ എന്നാൽ നോക്കിയേ നിൽക്കണേ ബ്രൊക്കോളിനാണത്. എവിടെയുണ്ട് അവളെ നമ്മുടെ ഈ കൊള്ളിയുടെ ഈ ഭാഗത്ത് കുറച്ച് പുല്ല് വന്നിട്ടുണ്ട്. അത് ഞാൻ കൈ കൊണ്ട് ഇപ്പം തന്നെ വലിക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പടർന്ന് ഇങ്ങനെ കയറി. കാരണം ഈ കൊള്ളിക്കൊക്കെ മണ്ണിടൽ കഴിഞ്ഞതാ. ഇനിയിപ്പോൾ ഇതിൽ മണ്ണിടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കാര്യങ്ങളാട്ടാ, ഞാൻ ചെയ്യണതാണ്. ഇങ്ങനെ വരുന്ന പുല്ലുകളൊക്കെ കണ്ട് ഇങ്ങനത്തെ പടർന്നതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്കായിരിക്കും ആകെ കാട് പോലെയായി വരിക. ഇവിടേക്ക് ഷായിട്ട് നല്ല ഭംഗിയിൽ ചെത്തി വിട്ടതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഷായിട്ടിൻ്റെ കൈക്കോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇതെൻ്റെ കൈ തന്നെ വരണേ. എന്തായാലും പപ്പ പോയതാന്നാലും കുഴപ്പമില്ല. പപ്പേൻ്റെ അവിടേക്ക് തന്നെ ഇട്ടേ. ഈ കൊള്ളിയുടെ ഈ തൂപ്പ് ഓടിച്ചെടുത്തു. അല്ലെങ്കിൽ ഇതും അവിടെ കിടന്ന് ഓരോ എന്താ പറയുക, ഓരോ വടി നിർത്തണുള്ളൂ. അപ്പോൾ ഉണ്ടോ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടായിക്കണേ? ഉണ്ടാവുമെന്ന് ഉറപ്പായില്ലേ? അതെ, നമ്മൾക്ക് വെറുതെ ഒരു പരീക്ഷണത്തിന് നട്ടുകൊടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. അത് ഓരോ ദിവസം ചിലർ വലുതായി വരുന്നുണ്ട് കേട്ടാ. അമ്പ്രൂസൂട്ടാ ഇനി വർഷമായിട്ട് അടുത്തേക്ക് പോവാം.
ഷായിട്ട് മറ്റു 2 മോളെയും കൂടി ഞാൻ എടുത്തോണ്ട് വരണ. നമ്മുടെ ഈ പീച്ചിങ് നോക്കിയേ 12 വൈകിയ കാരനെ ആള് നിലത്തന്നെ കിടന്ന് ചുറ്റിപ്പടയ്യ. വർഷകാലത്ത് ഇത് കുളിച്ചിടാൻ സുഖ. വാ വാ, പൂവാറായിട്ടില്ലേ? ഞാൻ മോളെടുക്കാൻ പോയപ്പോ വീട്ടിൽ പോകാനാന്ന് വിചാരിച്ചപ്പോ പൂവാറായിട്ടില്ല കേട്ടാ. എന്താ മേലിക്ക് വെള്ളം തെറിച്ച? ഈ മോളെ ഉള്ളിലെ വെള്ളം ഉണ്ടാവേ. അപ്പൊ ഷൈഡ് കുത്തിയ വൈക്ക് മേരിക്കേ അമ്പൂസേ ഡാ, നീ ആ പേലിക്കുട്ടി കിടക്കണ പോലെ കിടന്ന നോക്കി. പേലിക്കുട്ടി കിടക്കണ നോക്കി, അവളുടെ അടുത്ത് പോയി കിടന്നോടിയാ. ഇവനിങ്ങനെ മുട്ടി കൂടി നിൽക്കണം അമ്പൂസിന്. പേലിക്കുട്ടി പിന്നെ നല്ല കുട്ടിയായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയോളൂ. ഇവൻ അങ്ങനെയല്ല, അവന് എപ്പോഴും നമ്മുടെ അടുത്തേക്ക് തന്നെ വരണം. നീങ്ങിട്ട് പിന്നെ ഈ പന്തലുകൾക്ക് അത്ര ലോഡ് വരുന്നില്ലല്ലോ, കയറുകൊണ്ട് വെറുതെ കിട്ടല്ലോ. അത് വലിയ ബലം വേണമെന്നൊന്നുമില്ല. ഞാൻ അവിടെ കൊണ്ടൊരു കാല് കുഴിക്കണല്ലേ. നമ്മളന്ന് തെങ്ങ് മുറിച്ചപ്പോളേ ആ തെങ്ങിൻ്റെ ഉള്ളിലേ മറ്റേ എന്താ പറയാ, ഈ തെങ്ങ് മുറിച്ചപ്പോൾ അവർ ഇതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടു. അപ്പുറത്തെ തെങ്ങ് മുറിച്ചപ്പോഴല്ലേ വേട്ടാളം കൂടി ഉണ്ടായിരുന്നല്ലോ, അത് ഇളക്കോട് കൂടി തെങ്ങ് മുറിക്കുന്നവരൊക്കെ ഇട്ട് ഓടി ചെയ്തേ. അല്ലെങ്കിൽ അവരന്ന് ഈ ഇതൊക്കെ ഇവിടെ നീക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അവർക്ക് അന്ന് പറ്റിയില്ല, പിന്നെ അത് പോയി. അപ്പം ഈ ഒരു തെങ്ങിൻ്റെ തടികൾ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കണേ. കാരണം നമ്മളെങ്ങനെ ഇവിടത്തേക്കാലും ആരെങ്കിലും വന്നിരുന്നാലും കയറിയിരിക്കുക, അതൊരു പേടി. എന്താ ബ്രുവാ, എന്താ ബ്രിസേ വീട്ടിൽ പോവാൻ നിർത്തിയോ? അമ്പുറു എന്ന് പറയുന്നുണ്ട്, പോവാന്ന് പറയാൻ വിട്ട പാവോ. നമ്മുടെ ഈ കാല് കുളിച്ചിട്ട് എന്നിട്ട് ദേശമായിട്ട് ഇവിടെ പുല്ല് തത്തള ഭാഗത്തേക്ക് ചെത്താൻ പോയിട്ടാണ്. നമ്മുടെ ആ കത്തിപ്പയറിന്റെ പന്തല് വൃത്തിയാക്കിയിട്ട് കത്തിരേല എവിടെയിട്ടോ, കത്തി കാണാല്ലേ. അപ്പൊ കത്തിര എടുത്ത് നോക്കണേ. എല്ലാത്തിനും കയറി മുറിക്കേണ്ട വരാണെങ്കിൽ കത്തിരോണ്ട് വെട്ടാൻ പറ്റും. കുറേ നോക്കിയോ ഒന്നും കാണാൻ പറ്റിയ ചായയുടെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് നടക്കാൻ സുഖ. വരെ കിട്ടിയാൽ മതി. ചൂട് മറിയേ ഈ മഴ പെയ്തിട്ട് നിൽക്കണായിരുന്നു കുറ്റിനാ. രണ്ടുപേരും കൂടി ഒരു പണി എടുത്താലേ പണിയുടെ കഴിയാത്ത പോലെ വരും. അവിടെ മോളെ കിട്ടാണ് കൂടുതൽ. എൻ്റെ ആവശ്യം വരാണെങ്കിൽ വിളിച്ചോ. വണ്ടി കൊണ്ട് വണ്ടി നെറ്റിൻ്റെ കഷ്ണമുണ്ട്. ഈ ഒരു കഷ്ണം കൊള്ളാവുന്ന ഭാഗത്ത് ഈ നെറ്റ് കൊണ്ട് വലിച്ചിടും, ബാക്കിയുള്ള ഭാഗത്ത് മാത്രം കയറുകൊണ്ട് കെട്ടണം കേട്ടോ. നമ്മൾ മുന്നിൽ പോയിട്ട് നെറ്റിൻ്റെ കഷ്ണമൊക്കെ ഇടുന്നില്ല. അതൊക്കെ പെടഞ്ഞാൽ എടുക്കണത്. ചായയുടെ കുറെ നേരം എല്ലാ ആവശ്യത്തിന് വിളിച്ചോളൂ. ഞാനേ ചായപ്പൊടി വരാണെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞു. പക്ഷെ
അതാണ് ഞാൻ വിളിക്കാണ്ട് വെച്ചത്. പ്രാവശ്യത്തെ മഴയിൽ ഇവിടുത്തെ കുമ്പറൊക്കെ പോയി. ഈ സൈഡിലൊക്കെ ആ വെള്ളം ശരിക്കും കെട്ടിനൊക്കെ വെള്ളം മാത്രമൊക്കെ പേടിക്കൂട്ടി നെറ്റുകൊണ്ട് പോവുക. ഞാനിത് ഈ മലയമ്മ കുറിച്ചിട്ട് പോയതാനായിട്ടാ. എങ്കിൽ വല വലിക്കുമ്പോൾ അങ്ങോട്ട് പോവും, അങ്ങനെ പോയിട്ട് ചായക്കാർ ഭാഗം കഴിഞ്ഞു. അതാണ് നിൽക്കുക അല്ലേ? അതാണ് നിൽക്കുക. ചെറിയൊരു പന്തല കേട്ടോ, പുറത്തൊക്കെ കഴിഞ്ഞിട്ട് മഴ വരുന്നോന്ന് ചെറുക്കാട്ട് ചായയുടെ അവിടെ കളക്കിന് വരുന്നത് എൻ്റെ അടുത്തിട്ട് വേഗം ഈ വല വെച്ചിട്ട് അവർ വന്നത്. അപ്പോൾ ഇതാ നല്ല വെയിലിരിക്കും. അപ്പോൾ ഇതാ 12 മണി കഴിഞ്ഞിട്ട് നമ്മുടെ ചായക്കോട് വന്നാൽ കാരണം കഴിഞ്ഞിട്ട്. കാരണം എന്താ പറയുക, ഞാൻ നെറ്റ് അങ്ങോട്ട് എടുത്തിട്ട് നെറ്റ് കൊണ്ടുപോയി 2 പേരും കൂടി അപ്പോൾ അങ്ങോട്ട് വെച്ചപ്പോൾ എന്താ കുറച്ച് തോട്ടയ്ക്ക് ഉണ്ടിട്ടാ കണ്ട. അപ്പോൾ കണ്ടോ കുറച്ച് ഓട്ടകളൊക്കെ ഉണ്ട് കേട്ടാ. എന്നാലും കുഴപ്പമില്ല, ഒരുവിധം അങ്ങോട്ടൊക്കെ വലിച്ച് കെട്ടി. അപ്പോൾ ഇതാ 12 മണി കഴിഞ്ഞപ്പോൾ ദേശമായിട്ടും വീണ്ടും ഷായട്ടിൻ്റെ പുളി ചെത്താൻ വേണ്ടിയിട്ട് ഷായട്ടും പോയിട്ടാ. എനിക്കാണെങ്കിലേ നമ്മുടെ പയറിൻ്റെ ദേശമായിട്ട് നോക്കിയേ ഇതേപോലെ കണ്ടോ തടെ അടുത്ത് മണ്ണൊക്കെ കൊത്തി കളച്ച് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ആ ഭാഗം ഒന്നുകൂടി ഇങ്ങനെ കൊത്തി കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പയർ നട്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ പയർ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ കുറ്റിപ്പയറാണ് ഇട്ട് നട്ടു കൊടുക്കുന്നത്. അതേ അപ്പോൾ നമ്മളിത് നടനേക്കാളൊക്കെ ഒരു 10 മിനിറ്റ് മുന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചു കൂട്ടാം. അപ്പോൾ പെട്ടെന്ന് മുള വരാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കറിയാലോ മഴയൊക്കെ പെയ്തപ്പോഴേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പയറൊക്കെ ഒന്നും ഉണ്ടായി കിട്ടിയില്ല, കുറേയൊക്കെ നശിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ പയർ നടണതാണ് കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഇതേപോലെ 2 തടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തടത്തിൽ നമ്മൾ 4 വരിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയർ നമ്മൾ ഇങ്ങനെ വടി കുത്തിയിട്ടിടുന്നില്ല, വെറുതെ ഇങ്ങനെ ഇട്ട് പോകണുള്ളൂ. കണ്ട ഇതേ ഒരു അകലം വെച്ചിട്ടാ ഇങ്ങനെ ഇടണം കേട്ടാ. കാരണം എന്നിട്ട് ഷായിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യുക. നേരെ ഇടും. അപ്പം മുളച്ച് വരുമ്പോഴേ നല്ല ഭംഗി ഉണ്ടാവേ. അപ്പം എൻ്റെ പയർ നടല് കഴിഞ്ഞു. ഷായിട്ട് എൻ്റെ നടല് കഴിഞ്ഞു കേട്ടാ. ഇത് കഴിഞ്ഞ ഷായുണ്ട് നോക്കിയേ ആ ഭാഗമൊക്കെ ഒരു വിധമൊക്കെ ഇതാ ചെത്തൽ കഴിഞ്ഞു കണ്ട. അപ്പം നോക്കിയേ ഷായിട്ട് അത് ഇത്രയും ഭാഗമാണ് കേട്ടോ. അതേ പുല്ലൊക്കെ ചെത്തി കഴിഞ്ഞു. ഞാൻ നമ്മുടെ പന്തൽ പണി ചെയ്യുന്ന സമയത്താണ് ഷായിട്ട് ഇവിടെ ചെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇതാ പയറിൻ്റെ വിത്തൊക്കെ നട്ട് കഴിഞ്ഞ് ഒരുമിക്ക് നോക്കിയേ നമ്മുടെ ഈ മതിലിൻ്റെ ഈ ഭാഗം വന്ന് മുട്ടി കണ്ടോ.
ഇവിടെ ഇത് നമ്മുടെ ചാമ്പ്യ. ഈ ചാമ്പേരെ അടിയിലത്തെ കൊമ്പുകൾ കുറച്ച് വെട്ടണം. അതിന് നോക്കിയേ കണ്ടോ, നിറച്ച് പൂവിട് കണ്ട. ഇങ്ങനെ പൂവിട്ട് കാണുമ്പോഴേ കണ്ടത് അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ മുട്ടും പൂവൊക്കെ ആയിട്ട് വരുന്ന കാണുമ്പോഴേ വെട്ടി കളയാണെന്ന് തോന്നണില്ല. അതിന് കുഴപ്പം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യേ കൂർക്ക നോക്കിയ മണ്ണിടുമ്പോ കണ്ടത് അവിടെ ഇവിടെ മാരിയില്ല ഇരുന്നേ കണ്ടോ. ഇപ്പൊ വളക്കിയിട്ട് മണ്ണിട്ട് കൊടുത്തപ്പോ ഉള്ള ഒരു ഭംഗി നോക്കിയേ കണ്ടോ, നല്ല രസമായി വളർച്ച വന്നു. ആ മഴയും കൂടി കിട്ടിയപ്പോഴേ നല്ല രസമായിട്ട് വന്നു ആള്. മറ്റേത് അവിടെ ഇവിടെ മാരിയില്ല കിടന്നിരുന്നു. ഇവിടെ നമ്മൾ 2 തടം കൂർക്കയായിട്ടാ നട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീട്ടിലും നമ്മൾ ഇതേപോലെ തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെയും മുൻപ് ഏറ്റവും ഫസ്റ്റ് നട്ടത് ഇതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ നട്ടത്. കണ്ട, ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നട്ടത്. ഇപ്പം ഈ തടത്തിൻ്റെയും അവിടുത്തെ തടത്തിൻ്റെ ഇടയിലായിട്ട് നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ട് നമ്മുടെ പയറിൻ്റെ തടനിട്ട് ഈ കാണുന്നത്. ഇപ്പം നോക്കിയ ആകാശം നല്ല നീലാകാശം. മഴക്കാറ് എങ്ങനെ വന്നായിരുന്നു അറിയുന്നിട്ടാണ് ഇപ്പം ആകാശം ഇതേപോലെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കണ്ടോ. അയ്യോ, വർണ്ണിക്കാൻ പറ്റില്ല നമുക്ക് ആകാശത്തിൻ്റെ ഭംഗി. അത്ര ഭംഗിയായിട്ടിപ്പോൾ കണ്ടാ നീലാകാശം എന്നൊക്കെ കണ്ടിട്ടുള്ളത് കണ്ടോ. ഇതേപോലെയാണ് ഇപ്പോൾ ആകാശം. ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടാ. ശരിക്കും ഒരു പ്രത്യേകത, ഇടയിൽ ഒരു മഴ വരും, പിന്നൊരു വെയില്. ഞാൻ 2 പ്രാവശ്യം 2-3 പ്രാവശ്യം നനഞ്ഞതാ. എന്നാലേ നോക്കിയേ വെയിലോ ഭയങ്കര ശക്തി. ഞാനൊന്നൊരു കാറ്റ് കൊടുക്കട്ടെ കേട്ടാ. ആകാശത്തിന്റെ ഭംഗി നോക്കി കണ്ട നോക്കിയേ, ഇത്രയും ഭംഗിയില്ലേ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇങ്ങനെ ആകാശം നിക്കണത് ഇത്തിരി ഭംഗിയാ. അയ്യോ, ഇത്തിരി ഭംഗിയാ കണ്ട. തോന്നണില്ലേ ഇത്രയും ഭംഗിയില നിക്കണേ. അപ്പം ഇനി എനിക്ക് കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കായിട്ട് കുറച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, കുക്കമ്പർ അതാണ് പൊട്ടിക്കാനുള്ളത്. അതുള്ളൂ ഇപ്പോൾ പൊട്ടിക്കാൻ നമുക്ക്. പിന്നെ ഒക്കെ മഴയത്ത് പോയി. നമ്മൾ പയറ് നട്ടുകൊടുത്തതിൻ്റെ മുകളിലേക്കാണ് ചേട്ടൻ മണ്ണിടണേ. ഞാനേ നമ്മുടെ കുക്കമ്പറൊക്കെ പൊട്ടിക്കണേക്കാളും മുന്നേ ഒരു കാര്യം പറയാട്ടാ. അതിനേക്കാൾ മുന്നേ നമ്മൾ മറ്റേ 12 പ്ലേ കയറിൻ്റെ ഒരു തരി കണ്ണിയെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടൊരു കടിക്കൽ തുടങ്ങിയതാണ്. അപ്പം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ കോടീശ്വരിയാണെന്നുള്ള ഒരു കാര്യം മൊത്തത്തിലൊന്ന് പ്രചരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കോടീശ്വരി ഒന്നല്ല. കാരണം ഇപ്പം നമുക്കതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് സഹായം ചോദിച്ചിട്ട് ഇപ്പോൾ പലരും വരാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നമ്പറൊക്കെ എങ്ങനെയോ കിട്ടിയിട്ട് വാട്സപ്പിൽ കൂടെ ചോദിക്കുന്നുണ്ട്, അല്ലാതെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം, അങ്ങനെ ഒരു കാര്യം അവർ അറിഞ്ഞിട്ടാണ് വരണതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ച് വരണതാണെങ്കിലോ വലിയ വലിയ എമൗണ്ടൊക്കെയാണ്. അതായത് വലിയ എമൗണ്ടായാലും ചെറിയ എമൗണ്ടായാലും നമുക്കറിയാം, കുറച്ച് പേര് കൂടുതൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം വീട് വെച്ചതായോ, പിന്നെ വലിയ വലിയ ഹോസ്പിറ്റൽ ബില്ല്, പിന്നെ ചെറിയ ചെറിയ ബില്ലുകളായാലും ഒക്കെ കൊണ്ടുവരാണ്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വിശ്വസിക്കരുതോ. അതെങ്ങനെയാണ് പ്രചരിക്കണതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിട്ടാണ് നിൽക്കണത്. കാരണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് വ്യക്തികൾ വരുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നോക്കി നോക്കിയേ. കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, ഞാൻ എന്താ ചെയ്യുക? അവരുടെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാതിരിക്കും. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല കേട്ടോ. ഞാൻ കോടീശ്വരി അല്ല, ഞാൻ സാധാരണ ഒരാൾ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എനിക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു കോടീശ്വരിയുടെ പോലെ തോന്നുന്നുണ്ടോ? നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ജോലികളെടുത്ത് നടക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആരും വിശ്വസിക്കരുത്, അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ. അതായത് ഞാനൊരു കോടീശ്വരി അല്ല, വീണ്ടും പറയാണ്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഷായേട്ടെ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് പേരിങ്ങനെ നിരന്തരം, അതായത് മാസങ്ങളായിട്ട് അവർക്ക് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതേപോലെ കുറേ പേരുടെ മരുന്നിന് ആവശ്യമുള്ള പൈസകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പേര് തന്നെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തന്നെ ഞങ്ങൾക്ക്
ഇങ്ങനെ തന്നെ സഹായിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകണത് കേട്ടോ. പിന്നെ അത് മാത്രമേ എൻ്റെ അനിയനെ അറിയാം. എൻ്റെ അനിയന് വയ്യാത്തൊരു മോനുള്ളത് അറിയാം, നമ്മുടെ കണ്ണൻകുട്ടി. അപ്പോൾ കണ്ണൻകുട്ടീൻ്റെ കയ്യിൽ ഞാൻ പറയാറുണ്ട്, അവന് ഒരു മാസം അവൻ്റെ ഫിസിയോതെറാപ്പിക്ക് തന്നെ ഒത്തിരി പൈസ ചിലവാണ്. എൻ്റെ അനിയൻ സാധാരണ ഒരു ദിവസക്കൂലിക്ക് പോയിട്ട് വീട് നോക്കണ ആളാണ്, അതായത് ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ആ ഒരു വരുമാനം കൊണ്ട് അവൻ്റെ എല്ലാ കാര്യം നടക്കില്ല. അപ്പോൾ എനിക്ക് അതായത് ആഴ്ചയിൽ 3 ദിവസം അവനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം. ഈ 3 ദിവസം അവൻ പണി പോവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് വണ്ടി വിളിച്ച് പോവുക, അപ്പോൾ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ മുന്നിൽ തന്നെ എനിക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി വീണ്ടും പുതിയ ആൾക്കാർ വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ എനിക്ക് അതിനേക്കാൾ വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കരുത്, അങ്ങനെ കേട്ട് വരരുത്. എനിക്കറിയാം എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത് ഞാൻ അങ്ങനെ കേട്ടുവിട്ടാൽ നിങ്ങൾക്ക് എന്തിനാ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വലിയ കോടീശ്വരല്ലേ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ചിരിയാണ് വന്നത്. എനിക്ക് മറുപടി എന്നെ കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ, ഈ പുറത്ത് എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കരുത്. പിന്നെ ഇപ്പം എന്നിട്ട് ഞാൻ പറയുക, അത്ര തന്നെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. കേൾക്കുമ്പോഴത്തെ ഒരു വിഷമം, ആ വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരെ കാണുമ്പോഴത്തെ ഒരു വിഷമം, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ മാനസികാവസ്ഥ കേട്ടോ. ആ വിഷമം അങ്ങനെ നമുക്ക് പറ്റണില്ല. അപ്പം അത്ര ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടേതായ പണികളിലേക്ക് പോവാം. അപ്പം നമ്മുടെ കുക്കമ്പർ നോക്കിയേ, നമ്മൾ വന്ന സമയത്ത് കുക്കമ്പറിന് വലിയ വാട്ടമൊന്നും ഇല്ലാത്ത പോലെ നന്നായി നിന്നിരുന്നു കേട്ടോ. പിന്നെ നോക്കിയാൽ കണ്ട വാട്ടം വരുന്ന വേണ്ട. അപ്പോൾ എന്തായാലും ഇന്ന് 2 കുക്കമ്പർ നമുക്ക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതേപോലെ ചെറുതുകൾ നിൽക്കണുണ്ട്, അവർക്ക് കവറിടും ചെയ്യാം നമുക്ക്. വെളിക്കുട്ടിയെ പോവാറായില്ല, ധൃതിയായിട്ടാ അവൾ പോവാന്ന് പറഞ്ഞോടങ്ങി. അവൾക്കറിയാം ഒരു സമയം കഴിഞ്ഞ് ഇനി പോവാ നിർത്തുക എന്ന് പറയുള്ളൂ. നോക്കിയേ, ഒരു കുക്കമ്പറിൻ്റെ ഒരു ഇത് കണ്ടായി മഴയത്ത് വെള്ളം നിന്നിട്ട് വരുന്നതാണിത് നമുക്ക്. അപ്പോൾ 2 എണ്ണത്തിന് കവറിടാണ്ട് അത് ഇപ്പം തന്നെ ഇടാം. അത് 2 പൊട്ടിച്ചെടുത്തിട്ടിടാം. വാട്ടം വന്നാൽ കാരണം ഈ കുക്കമ്പറൊക്കെ എന്തോരം വലുതായി കിട്ടുമെന്ന് അറിയില്ല കേട്ടാ. നമ്മളെന്തായാലും ഇട്ടിട്ട് പോട്ടെ. പിന്നെ ഇവിടെ ഉണ്ട് ഒരാൾ, ഞാൻ ഇവിടെയും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2 എണ്ണം വിചാരിച്ചു, പക്ഷെ 3 പേരുണ്ട്. അവിടെ 2 പേര് കിട്ടും. നീ ഇതുകൊണ്ട് ഇരട്ടെ. അപ്പോൾ നമ്മുടെ 2 കുക്കമ്പർ. ഇനി നമുക്കൊരു പപ്പായ പൊട്ടിക്കാം. ഇപ്പോൾ തൊട്ട് രാത്രിയിലത്തെ, ഇപ്പം നമുക്ക് അറിയാലോ വേനലത്തെ പോലെ എന്തായാലും നമുക്ക് പച്ചക്കറി ഉണ്ടാവില്ല കേട്ടാ. അപ്പോൾ ഇപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ രാത്രിയിലത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഇതേപോലെ കുക്കമ്പർ സലാഡാണ് ഇപ്പോൾ. പിന്നെ ഇതാ പപ്പായ, എന്നും ഉണ്ടാവും പോലെ പപ്പായ പൊട്ടിക്കാൻ. അപ്പോൾ ഇതാ പപ്പായ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ പൊട്ടിക്കാട്ടെ നമുക്ക്. പക്ഷേ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴില്ലേ ഏറ്റവും വിഷമം എന്നിട്ടാണെന്നറിയോ, ഈ പപ്പായനെ കാണുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ഈ പപ്പേനും കൂടി കാണുമ്പോഴില്ലേ ഭയങ്കര വിഷമം തോന്നും. പറമ്പ് വരുമ്പോൾ ഇവർ ബാക്കി മഴയത്ത് ഇപ്പോൾ തക്കാളി പോയി, പയർ പോയി, അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിഷമം തോന്നില്ലേ. പക്ഷെ പപ്പേനെയാണ് ഏറ്റവും സങ്കടം തോന്നുന്നത് ഫോൺ കാണുമ്പോൾ. പിന്നെ നോക്കിയാൽ നമ്മുടെ കിളിഞ്ഞാവിൽ നിറച്ച് പൂത്തുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇനി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നാശമായി പോവേ. അപ്പോൾ കോളിഫ്ലവറും പൊട്ടിച്ചു.
ഇനി നമുക്ക് പീച്ചിങ്ങിൻ്റെ ഇട്ട് പൊട്ടിക്കാൻ. ഇതൊക്കെ നമ്മുടെ കോളിഫ്ലവർ ആട്ടാ. ദേ ഈ കോളിഫ്ലവർ കണ്ട എന്തായിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഇത്തിരി കൂടി വലുതാവും കേട്ടോ, അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കുള്ളൂ. പിന്നെ നമ്മുടെ പീച്ചിങ് പിന്നെ ഇതാ നമ്മുടെ പാരമിക്കൊക്കെ പടന്നെ. പാരമിക്ക് ഇതാ മാവുമ്പയ്ക്കൊക്കെ കയറി പോണേട്ടാ. അപ്പം ഇതാ താഴത്തന്നെ ഒരാളുണ്ട് പൊട്ടിക്കാൻ. പിന്നെ ഈ പീച്ചിങ് നിന്നോട്ടെ, അടുത്ത വട്ടം പൊട്ടിച്ചാൽ മതി, കുറച്ചും കൂടി വലുതാവും. ഒരു ഓട്ടോ കുത്തി കൊടുക്കട്ടെ, കവറിന് ഓട്ടോ കുത്താണ്ട് ചെറുതായിട്ട് വെള്ളം നിൽക്കണ പോലെ. അപ്പോൾ ഇപ്പം നമുക്കിതാ കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ് നമുക്ക് ഈ സമയത്ത് കിട്ടുള്ളൂ കേട്ടോ. അതന്നെ ഭയങ്കര ഭാഗ്യട്ടാ. അപ്പം ഇനി നമ്മളിതാ വീട്ടിൽ പോവാം. അപ്പം എളിക്കുട്ടി എടുക്കണ നോക്കി, അവളെ വിളിക്കണ്ടേ, അവിടെ കിടപ്പ് നോക്കിയേ. എളിക്കുട്ടിയെ പോവണ്ടേ നമുക്ക്? ഒരു പിണക്കം മുഖത്ത്. എന്താ എൻ്റെ പേളിക്കുട്ടിയുടെ മുഖത്തൊരു പിണക്കോ? എന്ത് പിണക്കം പൊന്നെ? പിണങ്ങണ്ട നിനക്ക്. ഇവിടെ വെണ്ടക്കായും കൂടി ഉണ്ട്, അതൊന്ന് പൊട്ടിക്കാം. വെളിക്കുട്ടി ഇപ്പോൾ പോവാം. അതെ കഴിഞ്ഞ വട്ടം നമുക്ക് ഒരു വെണ്ടക്കായ കിട്ടിയേ. അപ്പോൾ നമുക്ക് വെണ്ടക്കായും പരിപ്പും കൂടി കുത്തി കാറ്റാം. അതിനുള്ള വെണ്ടക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോവാ പേളിക്കുട്ടി, നമുക്ക് പോവാ. ശുണ്ടിരി പോവാ. എൻ്റെ സൗന്ദര്യമാണ് പാവം, ഇങ്ങനെ നടക്കും. സ്നേഹിച്ച് കൊല്ലുമ്പോൾ തന്നെ കേട്ടാ. അങ്ങനെയുണ്ട്, ഭയങ്കര പ്രത്യേകതയാ. അതേപോലെ മക്കളും എന്താ സ്നേഹം നമ്മുടെ പേളിക്കുട്ടിയുടെ മക്കൾക്കായാലും. വയ പേളിക്കുട്ടിയാ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളതേ അവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. മഴയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. അങ്ങനെയുണ്ട്. നമ്മുടെ മെസ്സി കൂട്ടനില്ലേ കുളി എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടം. അവനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. അതിപ്പോൾ മഴയാണെങ്കിലും ഒന്നും ഒരു വിഷയമല്ല കേട്ടാ. ഇന്ന് പിന്നെ ഇത്തിരി വെയിലുള്ള ദിവസം കൂടിയായിരുന്നു കുറച്ച് സമയമൊക്കെ. ഇറങ്ങിയൊക്കെ അതിന് ഒരാൾക്ക് ഇറങ്ങിയിട്ട് വട്ടത്തിലുള്ള സ്ഥലമുള്ളൂ. അത് ഞങ്ങൾക്ക് പറ്റിയൊരു ഇതാണല്ലോ. അപ്പോൾ ഒരാൾ ഇറങ്ങിയ ബാക്കിയുള്ളവർ നോക്കിക്കണം. ബോൾട്ട് പോലെ ഇവിടെ നിൽക്കണേ. മെസ്സി കൂടെ കുളി കണ്ട് നിൽക്കെല്ലാവരും. പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം വെക്കാൻ നിന്നു. ഞാൻ അവിയലായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റും മണമൊക്കെ ഉള്ള നല്ല രസമുള്ള ഒരു അവിയലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു അടിപൊളി അവില്, ഈ ഓണത്തിന് വെക്കാൻ പറ്റിയ ഒരു അവിലാട്ടത്. പിന്നെ നമ്മുടെ ഈ അവില് വെച്ചത് എല്ലതും യൂണിക് ഫാമിലി 2.0 കാണാം. അപ്പം എല്ലാവരും അവിടെ പോയി ഒന്ന് കണ്ടോളാം. അപ്പം നിർത്തല്ലേ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. പിന്നെ ഞങ്ങളുണ്ടല്ലോ അന്നതാ നമ്മുടെ ഒരു ഫിലിം കാണാൻ വന്നിട്ട് തുടക്കമാണ് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് വന്ന് നോക്കണേ. ഏറ്റവും ലാസ്റ്റ് ഷോ ഏതാണോ അതിനാണ് കേട്ടോ നമ്മൾ ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് 10:45 ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന് പോന്നു. കാരണം ആ സമയമാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഫിലിമൊന്നും കാണാനൊക്കെ പറ്റിയത് കൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ.